അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വബഅദ്. ഏറെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടലും നമ്മുടെ ഇബാദത്തുകളുമൊക്കെ അവൻ്റെ അടുക്കൽ പൊരുത്തമുള്ള ഒരു അമലായി സ്വീകരിക്കട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നമ്മുടെ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായ നിരവധി ആളുകൾ ദുആക്ക് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആജിലായ ഷിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നൽകുന്ന സന്തോഷകരമായ ഒരു സുവിശേഷമുണ്ട്. അല്ലാഹു പറയുന്നുണ്ട്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അവസാന വിജയം എന്നത് മുത്തഖീങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ ഭൂമി ലോകത്ത് 50, 60, 70, 80 കൊല്ലമൊക്കെ ജീവിക്കുന്ന മനുഷ്യന് ഭൂമിയിൽ ഒരു പക്ഷേ സന്തോഷത്തോടുകൂടി ഒരു രാത്രി പോലും ഉറങ്ങാൻ കഴിയാത്തവർ നമ്മുടെ നാടുകളിൽ ഉണ്ടാകാം. കൂടെയുള്ള മനുഷ്യരോട് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വേദനകളും വ്യഥകളും കഥനങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടാകാം. അവർ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്ന നേരത്ത് ഈ ഭൂമിയിലെ 50 കൊല്ലത്തെ ജീവിതം കൊണ്ട് എന്ത് സന്തോഷമാണ് അവർക്കുണ്ടായത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ മറുപടി പറയാൻ ഒന്നും അവരുടെ കൈകളിൽ ഉണ്ടാകില്ല. ഈ ഭൂമി ലോകത്തെ ജീവിതത്തിന് പിന്നെ എന്ത് അർത്ഥമാണുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അവരോട് മറുപടി പറയാൻ കഴിയില്ല. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു വാഗ്ദാനം നൽകുന്നത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം അത് മുത്തഖീങ്ങൾക്ക് തന്നെയാണ്. ഈ ഭൂമിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ ഭൂമിയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും അധികായരും അതിജയിക്കുന്നവരും അവരായിരിക്കും. നിങ്ങളുടെ ഭൂമിയിൽ ജന്മം നൽകപ്പെട്ട് മരിക്കുന്നതിന് മുമ്പ് കണ്ണുകൊണ്ട് ഒരുപക്ഷെ സന്തോഷത്തിൻ്റെ ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം അത് മുഅ്മിനീങ്ങൾക്ക് തന്നെയുള്ളതാണ്. കാരണം ഇതൊരിക്കലും പ്രതിഫലം നൽകപ്പെടുന്ന സ്ഥലമല്ല ഈ ഭൂമി എന്ന് പറയുന്നത്. ഭൂമിയിലുള്ള ദുനിയാവിലുള്ള മനുഷ്യന്റെ ജീവിതം ഒരിക്കലും പ്രതിഫലം നൽകപ്പെടുന്ന നിമിഷങ്ങളുടെയോ ഒരു സാഹചര്യവും നമുക്കിവിടെ ഉണ്ടാകുന്നില്ല. ഇവിടെയുള്ളത് മുഴുവനും അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. ഇവിടെയുള്ളത് മുഴുവനും അവസാനിക്കുന്നതാണ്. ഇവിടെയുള്ളത് മുഴുവനും ഏതു നിമിഷവും അണഞ്ഞു തീരാകുന്ന വിളക്കുകൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, ഈ മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു പറുദീസയുണ്ട്. അതിൻ്റെ പേരാണ് അല്ലാഹുവിൻ്റെ സ്വർഗം. ആ സ്വർഗം എന്നത് ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമുക്ക് എത്ര തന്നെ വർണ്ണിച്ചാലും നമ്മളുടെ മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ ബുദ്ധി കൊണ്ടോ അതിനെ ചിത്രീകരിച്ചെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? മനുഷ്യന്റെ പ്രത്യേകത തന്നെ അതാണ്. നമ്മൾ അനുഭവിച്ചത് കൊണ്ട് മാത്രമേ നമുക്ക് ചിത്രം വരക്കാൻ കഴിയുകയുള്ളൂ. സ്വർഗത്തിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് പറയുക എന്നതല്ലാതെ അതൊരിക്കലും നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് കൺമുമ്പിൽ കാണിച്ചു തരുന്ന ആ നിമിഷമല്ലാതെ അതിൻ്റെ സൗകുമാര്യതയെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയില്ല. എന്താണ് ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത? അല്ലാഹുവിനെ മനുഷ്യർക്ക് നേരിട്ട് അവൻ്റെ അടിമകൾക്ക് അനുഭവിക്കുവാനും ദർശിക്കാനും അല്ലാഹു ഭാഗ്യം നൽകുന്ന നിമിഷമാണത്. അത് എങ്ങനെയാണെന്ന് ആലോചിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സ്വർഗ്ഗലോകത്തെ കുറിച്ച് കൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്, തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന. ആർക്കു വേണ്ടിയാണ് അല്ലാഹു ആഖിറത്തിന്റെ ഭവനം ഒരുക്കി വെച്ചിട്ടുള്ളത്? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദാ. ഈ ഭൂമി ലോകത്ത് അവർ ഒരിക്കലും അഹങ്കരിച്ച് നടക്കുന്നവരല്ല. ഈ ഭൂമി ലോകത്ത് ഫസാദ് ആഗ്രഹിക്കുന്നവരല്ല. ഈ ഭൂമി ലോകത്ത് ഫസാദ് നടത്തുകയോ അഹങ്കരിക്കുകയോ ചെയ്യാതെ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമായി അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന ഭവനമാണ് നാളെ ആഖിറത്തിൽ സ്വർഗീയ ഭവനം.
എന്നിട്ട് ഖുർആൻ പറയാണ് വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മാത്രമാണ്, തഖ്വയുള്ളവർക്ക് മാത്രമാണ്. എത്രയോ സംഭവങ്ങൾ ചരിത്രത്തിലൂടെ നമ്മൾ കണ്ടതാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ, അള്ളാഹു ഈ ഭൂമിയിൽ നൽകുന്ന അനുഗ്രഹങ്ങളുടെ പരീക്ഷണങ്ങൾ മുഴുവനും അത് എൻ്റെ ഔദാര്യമാണ്, എൻ്റെ അള്ളാഹുവിൽ നിന്നുള്ള ഭിക്ഷയാണെന്ന ബോധ്യമില്ലാതെ മനുഷ്യന്റെ കഴിവ് കൊണ്ടാണെന്ന് അഹങ്കരിച്ച ആളുകൾക്ക് ഈ ഭൂമിയിലൂടെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ അവരുടെ അവസാനം സങ്കടകരമായിരുന്നു, അപകടം നിറഞ്ഞതായിരുന്നു. ഇത്ര ചരിത്രങ്ങൾ കാണാം. വിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖാറൂനിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആനിൽ. ഖാറൂൻ എത്ര വലിയ സമ്പന്നനാണ്. ഖാറൂൻ തകർന്നു പോകുമെന്ന് ആ നാട്ടിലെ ആ കാലഘട്ടത്തിലെ ഒരു മനുഷ്യനും കരുതിയില്ല. ഖാറൂൻ തകരുമെന്ന് ആരും കരുതിയില്ല. കാരണം അത്രമേൽ വലിയ സമ്പത്തിന്റെ ഉടമയാണ്. സമ്പത്ത് കൊണ്ട് അവൻ അഹങ്കരിക്കുന്നു, സമ്പത്ത് കൊണ്ട് അവൻ ധിക്കാരം കാണിക്കുന്നു, ഭൂമിയിൽ അധികാരം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തി. ഖാറൂൻ ഒരിക്കലും തകരുമെന്ന് ഒരാൾക്കും പ്രതീക്ഷയില്ലാത്തൊരു കാലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് മാത്രം കഴിയുന്ന ഒരു പരീക്ഷണം ഖാറൂന് കൊടുക്കുന്നത്. ഖാറൂനെ കീഴ്മേൽ മറിച്ച് ഭൂമിയിലേക്ക്, ഭൂമിയുടെ ഉള്ളിലേക്ക് ഖാറൂനിനെ കടത്തിക്കളഞ്ഞു. അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്, അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ചയാളാണ് നമ്രൂദ്. ആ നമ്രൂദ് അന്നത്തെ അധികാരിയാണ്, പ്രമാണിയാണ്, രാജാധികാര പ്രൗഢിയുള്ളവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിയാൻ ശ്രമം നടത്തിയപ്പോ നാട്ടുകാരിൽ കൂടുതൽ പേരും ഇബ്രാഹിം നബിയുടെ കൂടെയല്ല, നമ്രൂദിന്റെ കൂടെയാണ്. നമ്രൂദിനാണ് അധികാരമുള്ളത്. നമ്രൂദിന്റെ അധികാരം തകർന്നു പോകുമെന്ന് ആരും കരുതിയിട്ടില്ല. നമ്രൂദ് ഒന്നുമല്ലാതായി പോകുമെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ആ കാലഘട്ടത്തിലാണ് നമ്രൂദ് എങ്ങനെയാണ് മരിച്ചുപോയത്? എല്ലാ അധികാരങ്ങളും പ്രൗഢിയുമുള്ള നമ്രൂദ് എങ്ങനെയാണ് മരിച്ചു പോകുന്നത്? നമ്രൂദ് മരിച്ചു പോകുന്നത് ചെറിയൊരു പ്രാണി നമ്രൂദിന്റെ ചെവിക്കുള്ളിലൂടെ തലച്ചോറിൽ കയറുകയാണ്. തലച്ചോറിനകത്ത് കിടന്ന് ആ പ്രാണി പെറ്റുപെരുകിയിട്ട് എണ്ണം വർദ്ധിക്കുന്നു. നമ്രൂദിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം തന്റെ രണ്ടു ഭാഗത്തേക്കും തലയിലേക്ക് ഒരു വടി കൊണ്ടടിക്കാൻ, ഒരു ചെരുപ്പ് പോലെയുള്ള ഉപകരണം കൊണ്ടടിക്കാൻ ആളെ നിർത്തുമായിരുന്നു. തലക്കകത്ത് സഞ്ചാരം സഹിക്കവയ്യാതെ അടികിട്ടിയിട്ടാണ് നമ്രൂദ് ചത്തുപോകുന്നത് എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്രൂദ് തീകുണ്ടാരത്തിലേക്ക് എറിയാൻ നിയമിക്കപ്പെട്ട നമ്രൂദിന്റെ പരീക്ഷണത്തിൽ വിധേയനാകേണ്ടി വന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ വഫാത്ത് എങ്ങനെയാണ്? മലാകമാർ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞുപോയി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിന്റെ ചരിത്രങ്ങൾ മുഴുവനും അങ്ങനെയാണ്. ജീവിതത്തിന്റെ പതിറ്റാണ്ടുകൾ ഈ ഭൂമിയിൽ അധികാരത്തോടെ, സമ്പത്തോടെ, സൗകര്യങ്ങളോടെ, കൊട്ടാരത്തിന്റെ സുഖങ്ങളിൽ വിസ്മയിച്ചിരുന്ന ആളുകൾ. പക്ഷെ അവർ മരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ ഒന്നുമല്ലാതായി മരിച്ചുപോയവരാണ്. ഒന്നുമല്ലാതായി മരിച്ചുപോയി. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പീഡനങ്ങൾ കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട് ഏറെ വേദനിപ്പിച്ചയാളാണ് ഫിർഔൻ. ഫിർഔനിന്റെ മരണം എങ്ങനെയാണ്? ഫിർഔനിന്റെ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഫിർഔനിനെ സമുദ്രത്തിൽ മുക്കിത്താഴ്ത്തുകയാണ് അല്ലാഹു. മുക്കിത്താഴ്ത്തി എന്ന് മാത്രമല്ല, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സമുദായത്തെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഫിർഔനെ ഒന്നുമല്ലാതാക്കി. ലോകത്ത് അങ്ങനെ ഒരു പതനം ഫിർഔനിനുണ്ടാകുമെന്ന് ലോകത്താരും കരുതിയിരുന്നില്ല അക്കാലത്ത്. അല്ലാഹുവിന് മാത്രം കഴിയുന്ന പരീക്ഷണമാണ്. അതാണ് മുത്തഖീങ്ങൾക്ക് മാത്രം അല്ലാഹു നൽകുന്നതാണ് സമ്പൂർണ്ണ വിജയം. ഈ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്ത് എങ്ങനെയാണ്? മൂസാ നബിയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു. മൂസ നബി ഒരു പണിയിലാണ്. കാര്യമായ ഒരു ചർച്ചയുടെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലോ മറ്റോ ആയിരിക്കുമ്പോഴാണ് അസ്രാഈൽ വന്ന് റൂഹ് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരൊറ്റ അടിയോട് കൊടുത്തു. ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒന്ന് ശല്യപ്പെടുത്തിയപ്പോൾ അസ്രാഈൽ അലൈഹിസ്സലാം നേരെ അള്ളാഹുവിനോട് ചെന്ന് പരാതി പറയുന്നു.
പരാതി പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുവേ, മരിക്കാൻ പൂതിയില്ലാത്ത ഒരാളുടെ അരികിലേക്കാണോ എന്നെ നീ റൂഹ് പിടിക്കാൻ പറഞ്ഞയച്ചത്? അല്ലാഹു തിരിച്ച് മറുപടി പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മരിക്കാൻ മടിയുണ്ടായത് കൊണ്ടല്ല, നിങ്ങൾ സമീപിച്ച രീതി ശരിയല്ലായിട്ടാണ്. നിങ്ങൾ ഇനി പോയിട്ട് പറഞ്ഞു കൊടുക്കണം, ഒരു രോമമുള്ള ഒരു കാളയെ കാണിച്ചു കൊടുത്തിട്ട് ആ കാളയുടെ രോമം പിടിച്ചിട്ട് ഒരു പിടുത്തത്തിൽ എത്ര രോമമുണ്ടോ അത്രയും വർഷം ആയുസ് തരാം, അനുവാദം ചോദിച്ചുകൊണ്ട് റൂഹ് പിടിക്കൂ. അസ്രായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു, ഒരു കാളയെ കൊണ്ടുപോയി ആ കാളയുടെ രോമം കാണിച്ചു കൊടുത്തിട്ട് ഈ രോമം പിടിച്ചിട്ട് എത്ര രോമമാണോ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് അത്രയും വർഷം നിങ്ങൾക്ക് ആയുസ് നൽകാം. മൂസാ നബി ചോദിച്ചു, എന്നിട്ട് പിന്നെ മരിക്കും? എന്നാ പിന്നെ ആ മരണം ഇപ്പൊ തന്നെ ഉണ്ടായിക്കോട്ടെ. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, എനിക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമാണുള്ളത്, ഒരാവശ്യമുണ്ട്, എന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിക്കണം. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് വെച്ചുകൊണ്ടായിരിക്കണം എന്റെ റൂഹ് പിടിക്കേണ്ടത്. നിമിഷ നേരം കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തേക്ക് എത്തിയത്. അവിടെ എത്തി നോക്കിയപ്പോഴോ കുറെ ആളുകൾ ഖബർ കുഴിക്കുന്നു. ആർക്കുള്ള ഖബറാണ് എന്നറിയാൻ ഖബറിലേക്ക് ഇറങ്ങി നോക്കി, മലക്കുകളാണ്. മലക്കുകൾ ഖബർ കുഴിക്കുന്നു. ആ ഖബർ സന്ദർശിച്ചു. തനിക്ക് വേണ്ടി കുഴിക്കുന്ന ഖബർ കണ്ട് സന്തോഷത്തോടു കൂടിയാണ് റൂഹിനെ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോയത്. 10,000 വരുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് മഹാനവർകൾ ലോകത്തോട് വിട പറഞ്ഞു പോയത് എന്ന് ചരിത്രത്തിൽ രേഖയാണ്. ഈമാനോടെ തഖ്വയോടുകൂടി ജീവിച്ചവർക്ക് അവസാനം സന്തോഷത്തിന്റെ മരണം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഒരു മുഅ്മിനീൻ ഉണ്ടാകേണ്ടത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ എന്ത് സന്തോഷമാണ് അവർക്ക് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത്? എന്നും പ്രശ്നങ്ങളാണ്. സ്വന്തം നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വരെ വന്നിട്ടുണ്ട്. പീഡനങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്നും പീഡനങ്ങളും പ്രയാസങ്ങളുമാണ്. പക്ഷേ അള്ളാഹു അവസാന വിജയം കൊടുക്കുന്നത് അള്ളാഹുവിൽ തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾക്ക് മാത്രമായിരിക്കും. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണത്. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലനബുലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ. അള്ളാന്റെ പരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി പരിശ്രമിക്കാൻ ആരൊക്കെ ഒരുക്കമുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. വസ്വാബിരീൻ, ക്ഷമിക്കുന്നവർ ആരൊക്കെയുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ക്ഷമിക്കുകയാണ് വേണ്ടത്, ശരീരത്തെ സജ്ജമാക്കുകയാണ് വേണ്ടത്, ഒരുക്കുകയാണ് വേണ്ടത്. എങ്കിൽ അള്ളാഹുവിന്റെ പകരം നൽകുന്ന സമ്മാനങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലങ്ങളെ കാത്തിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാകണം മനുഷ്യന്റെ ജീവിതം. ഒരു പക്ഷേ 20-30 കൊല്ലമായി നമ്മൾ ജീവിച്ചിട്ട് എന്നും മുസ്ലിമീങ്ങൾക്ക് പീഡനങ്ങളാണ്, എന്നും മുസ്ലിമീങ്ങൾക്ക് പ്രയാസങ്ങളാണ്. പക്ഷേ ആ പ്രയാസങ്ങളിൽ പതറിപ്പോകേണ്ടവനല്ല മുഅ്മിന്. അള്ളാഹുവിന്റെ മുന്നറിയിപ്പും അള്ളാഹുവിൽ നിന്നുള്ള സുവിശേഷവും ഇവിടെയുണ്ട്. ഉറപ്പാണ്, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അന്തിമ വിജയമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. എത്ര പേര് അബൂജഹലിന്റെ മരണം പോലും അങ്ങനെയല്ലേ? ഖുറൈശി പ്രമുഖർക്കിടയിൽ അധികാരിയും അധികായനുമായി അറിയപ്പെട്ട അബൂജഹൽ എങ്ങനെയാ ലോകത്തോട് വിട പറഞ്ഞു പോയത്? ബദ്ർ യുദ്ധത്തിൽ വെച്ച് 16-17 വയസ്സ് വരുന്ന 2 ചെറിയ കുട്ടികളുടെ കൈ കൊണ്ടാണ് അബൂജഹൽ കൊല ചെയ്യപ്പെടുന്നത്. അബൂജഹൽ മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുന്ന വേളയിൽ അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് കഴുത്തറുത്ത് കൊണ്ടുപോകുന്നത് അബൂജഹൽ അടക്കമുള്ള ഖുറൈശികൾ കുള്ളനെന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ്. അല്ലാഹു പകരം കൊടുക്കുകയാണ്. എന്നിട്ട് വലിച്ചു കൊണ്ടുപോയി ആ തലയും ഉടലും ബദറിലെ ഖലീബിലേക്ക്, പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നാൽ ഇതേ അബൂജഹലിന്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. മക്ക വിജയത്തിന്റെ വേളയിൽ ഇക്രിമ ഇങ്ങനെ കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിലുണ്ടായൊരു സന്തോഷം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊരു സന്തോഷമാണ് ഇക്രിമ വരുമ്പോൾ.
ഈമാനിൻ്റെ പ്രകാശം സ്വീകരിക്കാൻ അള്ളാഹു ഭാഗ്യം ചെയ്തു കൊടുത്തു. യർമൂക്ക് യുദ്ധവേളയിൽ ഈ ലോകത്തോട് ഷഹീദായി വിട പറഞ്ഞു പോയി അബൂജഹലിൻ്റെ രക്തത്തിൽ പിറന്ന ഇക്രിമ റളിയല്ലാഹു അൻഹു. അള്ളാഹു തആല കണക്കാക്കി വെച്ച പ്രതിഫലത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ കഴിയുന്നവനായിരിക്കണം മുഅ്മിൻ. ആ കാത്തിരിപ്പിന് അള്ളാഹു പകരം നൽകും, ഉറപ്പാണ്. അള്ളാഹു പകരം നൽകും. പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആളുകൾ അവർ കൂടുതൽ പരീക്ഷണങ്ങളുടെ വരുന്നതിനനുസരിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഈ പരീക്ഷണങ്ങൾക്കൊക്കെ പകരം നൽകാൻ ലോകത്തൊരു എൻ്റെ ഉപ്പക്കോ ഉമ്മക്കോ കുടുംബത്തിനോ നാട്ടുകാർക്കോ ഭരണകൂടത്തിനോ കഴിയില്ല. അതിന് മാന്യമായ പകരം നൽകാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. എല്ലാത്തിനും പകരം നൽകും. കൂടുതൽ സൗകര്യങ്ങൾ ഭൂമിയിൽ ആസ്വദിക്കുന്നവരാണ് പേടിക്കേണ്ടത്. എല്ലാം ഇവിടെ വെച്ച് നൽകി അള്ളാഹു അവിടെ വെച്ച് പിടികൂടുമോ എന്ന പേടിയാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് സ്വഹാബികളൊക്കെ മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു നൽകിയ നിഅ്മത്തുകൾ സമ്പത്തൊന്നും ബാക്കിയാകാതെ വിധം അത് സ്വതക്ക ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അല്പമെങ്കിലും സമ്പത്ത് ബാക്കിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് കൂടി പറയേണ്ടി വരുമല്ലോ എന്ന പേടിയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനേക്കാൾ വലിയ ഒരാളും ഭൂമിയിലില്ല, ഭൂമിയുടെ പുറത്തുമില്ല, പ്രപഞ്ചത്തിലുമില്ല. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ഇത് നിരന്തരമായ ഖൽബിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ പ്രസ്താവനയുണ്ടല്ലോ, അത്യുന്നതൻ അല്ലാഹു മാത്രമാണ്. അത് ഹൃദയത്തിൽ അങ്ങ് പതിഞ്ഞാൽ ലോകത്ത് ഒന്നും ഓരോരുത്തരും എന്തൊക്കെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളാണ്, മനസ്സിന് അസ്വസ്ഥതകളാണ്. നമുക്കൊന്നും അവർക്ക് സന്തോഷമോ സമാധാനമോ പകരാൻ കഴിയില്ല. സമാധാനം കൊടുക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിലേക്ക് കലിഞ്ഞു ചേരുക, എല്ലാം അവൻ ഏറ്റെടുക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ പള്ളിയുടെ പുനർനിർമ്മാണ നവീകരണ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. എം കുഞ്ഞുമോൻ ഹാജി 5000 രൂപ മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ സീഫിൻസ് 2000 രൂപ. NP അലവിക്കുട്ടി ഹാജിയുടെ മക്കൾ മരണപ്പെട്ട ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 10000 രൂപ. ഒരു സഹോദരൻ 1500 രൂപ. ഈ സിദ്ദീഖ് ഹാജി കൂനമ്മൂച്ചി മരിച്ച ഉമ്മ ഉപ്പ സഹോദരൻ സഹോദരി ഇവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 10000 രൂപ. കഴിഞ്ഞ ദിവസം ആലിങ്കിൽ മരണപ്പെട്ട ഹംസാക്കയുടെ മകൻ ഷെരീഫ് 5000 രൂപ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയ്യത്തുണ്ട്. മുളന്തല പരേതനായ ജാഫറിൻ്റെ ഭാര്യ ഷാജി ടീച്ചർ 3000 രൂപ. ജാഫർ എന്നിവരുടെ മരണപ്പെട്ട ആണ്ടാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇടവത്ത് മൊയ്തു ഹാജി മകൾ തിത്താച്ചുകൂട്ടി ടീച്ചർ എന്നിവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഭർത്താവും മക്കളും 10000 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവർക്കെല്ലാം അവരുടെ ആശ്രിതർ നൽകിയ സ്വതക്കയുടെ ഫലമായി അവരുടെ ഖബറിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ബർസഖി ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വതക്കയുടെ ആ പ്രതിഫലത്തെ ഈ നിമിഷം തന്നെ അവരുടെയൊക്കെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ സ്വതക്കയുടെ ഫലമായി അവരുടെ ജീവിതത്തിൽ അല്ലാഹു സമ്പത്തിലും ആരോഗ്യത്തിലും കുടുംബത്തിലും ജോലിയിലും ഒക്കെ അല്ലാഹു ബറക്കത്തും ഖൈറും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ഈ ദിവസങ്ങൾക്കകം സഹായിച്ചവരുണ്ട്, ഇനിയും സഹായിക്കാമെന്ന് ഏറ്റവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഈ നല്ല സംരംഭത്തിൻ്റെ ഭാഗമാകുന്നതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ളവരെ, തലക്കെടത്തൂർ മഹലിലെ പർവേഷ് അഹമ്മദ് എന്ന സഹോദരൻ ഞരമ്പ് സംബന്ധമായ രോഗം കാരണം തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിയ സാമ്പത്തിക പ്രയാസം നേരിടുന്ന ആ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി അവിടുത്തെ മഹല്ല് കമ്മിറ്റി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കാരത്തൂർ മഹല്ലിലെ മുഹമ്മദ് അലി എന്ന സഹോദരൻ ഹൃദ്രോഗത്തിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, നിത്യരോഗിയായി വിശ്രമത്തിലാണ്. അവരുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് വലിയൊരു സാമ്പത്തിക ബാധ്യതയിലാണ്. ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത ആ സഹോദരന് അവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് ആ മഹല്ല് കമ്മിറ്റി അറിയിക്കുന്നുണ്ട്. ഒരുപാട് അപേക്ഷകളും കത്തുകളുമാണ് ഓരോ ആഴ്ചയിലും വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവർക്കൊക്കെ അത്തരം പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ പ്രയാസം കൊണ്ട് ഗതിയില്ലാതെ വരുമ്പോഴാണ്, ചെറിയൊരു പാകമുണ്ടെങ്കിൽ ആരും ഇതിനൊന്നും കത്ത് തരൂല, വലിയ പ്രയാസം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും അവർക്കൊക്കെ വേണ്ടി സഹായിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ സദഖകളെയും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.